ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി പ്രതിപക്ഷം. പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ചാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. അദാനി സോറോസ് വിഷയത്തിൽ ഇന്നും പാർലമെന്റ് സ്തംഭിച്ചു. ഭരണമുന്നണിക്ക് അനുകൂലമായി പക്ഷപാതപരമായി പെരുമാറുന്ന രാജ്യസഭാ അധ്യക്ഷന്റെ നടപടിയെ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഭരണഘടനയുടെ 67B അനുച്ഛേദ പ്രകാരമാണ് ജഗദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിലെ എംപിമാർ ഒപ്പുവെച്ച അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. രാജ്യസഭാ സെക്രട്ടറി ജനറലിന് നോട്ടീസ് കൈമാറിയതായും 70-ലധികം പ്രതിപക്ഷ എംപിമാർ ഒപ്പുവെച്ചതായും ജയറാം രമേശ് എംപി ട്വീറ്റ് ചെയ്തു. To submit this no confidence motion for the first time in the 72-year history of the Rajya Sabha. First time. Unfortunately, gives us the impression that he is biased. He is not listening to the leader of the opposition. He is allowing the Treasury bench MPs to make the wildest of charges. US വ്യവസായി ജോർജ് സോറോസുമായി ചേർന്ന് കോൺഗ്രസ് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്ന BJPയുടെ ആക്ഷേപം ധൻഖർ ഏറ്റെടുക്കുക കൂടി ചെയ്തതോടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിക്കുകയായിരുന്നു. JP നദ്ദയ്ക്കും കിരൺ റിജിജുവിനുമടക്കം BJP അംഗങ്ങൾക്ക് യഥേഷ്ടം സമയം അനുവദിക്കുന്ന രാജ്യസഭാ അധ്യക്ഷൻ പ്രതിപക്ഷ എംപിമാർക്ക് സമയം അനുവദിക്കുന്നില്ല. ഇന്നും സോറോസ് അദാനി വിഷയത്തിൽ വലിയ വാക്പോരാണ് ഭരണ പ്രതിപക്ഷത്തു നിന്നും ഉണ്ടായത്. To the common man, आम आदमी, गांव गरीब का व्यक्ति, वो हमसे पूछ रहा है कि ऐसी स्थिति में देश की सुरक्षा के लिए हम खड़े हैं कि नहीं हैं। अडानी मुद्दे पर आप चर्चा कराइए, हम अपनी बात रखेंगे और सरकार को पूरा मौका मिले. ലോക്സഭയിലും അദാനി സോറോസ് വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയതോടെ ഒരു തവണ നിർത്തിവെച്ച സഭ നാളത്തേക്ക് പിരിയുകയായിരുന്നു. അദാനി വിഷയം ഉയർത്തിക്കാട്ടി ഇന്നും പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധം നടത്തി. അദാനി മോദി ബാന്ധവം പതിപ്പിച്ച കറുത്ത ബാഗുമായിരുന്നു പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിലെത്തിയത്. കൈരളി ന്യൂസ്, ദില്ലി.